നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ടൈം ആൻഡ് വർക്കുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രോബ്ലമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ 1-2 ചോദ്യങ്ങൾ പഠിച്ചു അല്ലേ? ഇന്നത്തെ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ജോലി ചെയ്തു തീർക്കാൻ അനുവിനും വിനുവിനും കൂടി 4 ദിവസം വേണം. കണ്ടോ, ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെയല്ലായിരുന്നു. ഈ രണ്ടുപേർക്കും കൂടി എത്ര ദിവസം വേണമെന്ന് കണ്ടുപിടിക്കാനായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇത് നോക്കിയേ, അനുവിന് മാത്രം 12 ദിവസം വേണമെങ്കിൽ വിനുവിന് മാത്രം ജോലി ചെയ്യാൻ എത്ര ദിവസം വേണമെന്ന്, ഈ രീതിയിലുള്ള ചോദ്യമാണ് ഇന്നത്തെ പഠിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? എ ബി ബൈ എ മൈനസ് ബി. കഴിഞ്ഞ ക്ലാസ്സിൽ എ ബി ബൈ എ പ്ലസ് ബി അനുസരിച്ചുള്ള ചോദ്യം നമ്മൾ ചെയ്തു അല്ലേ? ഇത് എ ബി ബൈ എ മൈനസ് ബി ആണ്. എ എന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കേണ്ടത് ഏതാണ്? ഈ 12 ദിവസം, അതായത് അനുവിനും ഒരാൾക്ക് മാത്രം ചെയ്യാൻ വേണ്ട ദിവസമാണ്. ഇപ്പൊ അനുവിനല്ല, വേറെ ആർക്കെങ്കിലും ആട്ടെ, ഒരാൾക്ക് മാത്രം വേണ്ട ദിവസമാണ് എ ആയിട്ട് എടുക്കേണ്ടത്. ബി ആയിട്ട് എടുക്കേണ്ടത് രണ്ടുപേർക്കും കൂടി ചെയ്യാൻ വേണ്ട ദിവസമായ ഇതാണ്, അത് 4. എന്നിട്ട് അതിന് എ മൈനസ് ബി അങ്ങനെ ചെയ്യണം. നോക്കി, എ എത്രയാണ്? 12. എ ഈസ് ഈക്വൽ ടു 12. ബിയോ? ബി ഈസ് ഈക്വൽ ടു 4. അപ്പൊ അത് വെച്ച് ചെയ്യാം. എ എത്രയാണ്? ഇത് 12 ഇൻറ്റു 4 ബൈ എ മൈനസ് ബി, 12 മൈനസ് 4. അപ്പൊ എങ്ങനെ എഴുതും? 12 ഇൻറ്റു 4 എത്രയാണ്? 48. 12 ഇൻറ്റു 4 പോയ എത്രയാണ്? 8. ഇനി ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 8 48 വരുമ്പോൾ 6 ദിവസം. 6 ദിവസമാണ്. ഇത് നമ്മുടെ ചോദ്യം എന്താണ്? വിനുവിന് മാത്രം ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? വിനുവിന് മാത്രം ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം നമുക്ക് കിട്ടിയല്ലേ? എത്ര ദിവസം വേണം? 6 ദിവസം. അപ്പൊ ഇത് ഓർത്തിരുന്നാൽ ഈ രീതിയിലുള്ള, ഇതുകൊണ്ട് വ്യത്യസ്തമായ 3-4 രീതിയുണ്ട്. അതിലൊരു രീതി മാത്രമാണിത്. അതിന് എ ബി ബൈ എ മൈനസ് ബി എന്നാണ് ചെയ്യണമെന്ന് ഓർത്തിരിക്കുക. ഇങ്ങനെ ചോദിച്ചാൽ, ഒരാൾക്ക് മാത്രം ചെയ്യാൻ എത്ര ദിവസം വേണം എന്ന് ചോദിച്ചാലാണ് ഇത് ഉപയോഗിക്കാവുള്ളൂ. ഓർത്തിരിക്കുക, എ ബി ബൈ എ മൈനസ് ബി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.